യൂണിറ്റ് 1. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഇന്നൊരു കഥ പറയാം, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ, സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. ഖസാക്കിൻ്റെ ഇതിഹാസം. OV വിജയൻ. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. വൈകാരികമായ അവതരണത്തിന് മാതൃഭാഷ തന്നെയാണ് ഉചിതം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ ഭാഗത്ത് സംഭാഷണ ഭാഷയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ പ്രകടിപ്പിക്കാൻ മാതൃഭാഷയിലൂടെ മാത്രമേ കഴിയൂ. കഥ എന്ന് പറയുന്നതിന് പകരം കഥ എന്നാണ് ഉപയോഗിക്കുന്നത്. ആരും ചാകാത്ത കഥയാണ് കുഞ്ഞാമിനക്ക് കേൾക്കേണ്ടത്. കുഞ്ഞു മനസ്സുകൾ എപ്പോഴും സമാധാനവും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നത്. മരണം സങ്കടം തരുന്നതാണ്. അതുകൊണ്ട് ആരും മരിക്കണ്ട എന്ന് കുഞ്ഞാമിന കരുതുന്നു. കുഞ്ഞു മനസ്സിലെ പ്രതീക്ഷയും ആഗ്രഹവും ഇവിടെ പ്രകടമാവുന്നു. മാഷും കുട്ടികളും തമ്മിലുള്ള സംഭാഷണങ്ങൾ, ആ സംവാദത്തിൽ ക്ലാസ് മുഴുവൻ ലയിച്ചു പോകുന്നതിൻ്റെ അനുഭവം, കഥ കേൾക്കാനുള്ള താല്പര്യം, ഈ താല്പര്യവും ലയവും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഭാഷയിലൂടെ കഥ പറയുമ്പോഴാണ്. കഥ മുന്നോട്ട് വെക്കുന്ന ആശയവും ഗുണപാഠവുമൊക്കെ നമ്മുടെ ഉള്ളിൽ പതിയുന്നത് മാതൃഭാഷയിലൂടെ കഥ അവതരിപ്പിക്കുമ്പോഴാണ്. സന്ദർഭത്തിന് അനുയോജ്യമായ ഭാഷാപ്രയോഗം, കഥ പറയുന്നതിലെ മികവ്, പ്രതീകങ്ങൾ ഉപയോഗിച്ച് കഥയെ കൂടുതൽ ഭാവാർദ്രമാക്കുന്ന രീതി, ഇവയൊക്കെ OV വിജയൻ്റെ രചനാശൈലിയുടെ സവിശേഷതകളാണ്. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ. ഭാഷയുടെ ചിറകിലും. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അതുകൊണ്ട് അവരുടെ കഥകളും വൈവിധ്യമുള്ളതായിരിക്കും. വൈകാരികമായി കഥ പറയുമ്പോൾ ആ ഭാവം ശരീരചലനങ്ങളിൽ നിറയും, പ്രത്യേകിച്ച് കണ്ണിലും മുഖത്തും. അതുതന്നെയാണ് കിളിയിലും കാണുന്നത്. കഥ പറയുമ്പോൾ ഭാഷ ചിറക് വിടർത്തുന്നു. കാണാത്തതോ കേൾക്കാത്തതോ ആയ ഒന്നിനെ തുറന്നു കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയാണ് ഇവിടെ പ്രകടമാവുന്നത്. കഥകൾ അതിമോഹനം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറകനീ, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ, പഞ്ചദാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ, മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി, വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ, നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. കവി നേരിട്ട് കഥ പറയുന്നതിന് പകരം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണിത്. അറം പറ്റാതിരിക്കാൻ അഥവാ നാക്ക് തട്ടാതിരിക്കാനാണ് കിളിയെക്കൊണ്ട് കഥ പറയിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഞ്ചവർണ്ണ പെൺകിടാവേ, എൻ്റെ 2 ചെവികൾക്കും കുളിർമ നൽകുന്ന വിധത്തിൽ നീ കഥ പറയൂ. കിളിയുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു വേണം കഥ പറയിപ്പിക്കാൻ. അതിനാൽ കിളിക്ക് കവി നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു. എൻ്റെ ഹൃദയം തെളിഞ്ഞ് കുറുക്കിയെടുത്ത പാൽ, ആ പാലിൽ പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് കയ്യാൽ പതുക്കെ തിരുമ്മി ഉടച്ച് അതിലേക്ക് തേനൊഴിച്ച് വെല്ലവും ശർക്കരയും പൊടിച്ച് ഒരു വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട്. അത് നീയെടുത്ത് കഴിച്ചോളൂ. ഇനി കഴിക്കുമ്പോൾ ദാഹം വരികയാണെങ്കിൽ നീലക്കരിമ്പിൻ്റെ നീരും ഇളനീരും പാലും തേനും ഉണ്ട്. അതെല്ലാം നീ ആവോളം കഴിച്ച് കഥ പറഞ്ഞാലും. ഭീഷ്മസമാന നരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ, തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തോന്ന് ചെയ്തത് ചൊല്ലു നീ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു
ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. യുദ്ധം മാനവരാശിക്ക് ആപത്താണ് എന്ന് പറയാനാണ് വേദവ്യാസൻ മഹാഭാരതം രചിച്ചത്. 1,20,000 പദ്യങ്ങളുള്ള വ്യാസഭാരതത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം. കൗരവരും പാണ്ഡവരും തമ്മിലാണ് മഹാഭാരത യുദ്ധം നടന്നത്. 18 ദിവസം യുദ്ധം നീണ്ടുനിന്നു. യുദ്ധത്തിൻ്റെ ആദ്യ 10 ദിവസം കൗരവരുടെ സേനാപതി ഭീഷ്മരായിരുന്നു. ഭീഷ്മർ വീണതോടുകൂടി ഇനി കൗരവർ എന്താണ് ചെയ്യുക? അടുത്ത സേനാപതിയായി ആരെ നിയമിക്കും? ആ ചോദ്യമാണ് ഇനി കൗരവരുടെ മുന്നിലുള്ളത്. പിന്നീട് നടന്ന കഥ പറയാൻ കവി കിളിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ കിളി പറഞ്ഞു, എനിക്ക് ആ കഥ പറയാൻ വയ്യ. എങ്കിലും നീ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി പറയാം. ചൊല്ലുവാനാവതില്ല എന്ന് പറയാൻ കാരണം വളരെ ദുഃഖകരമായ കഥയാണ് ഇനി പറയാനുള്ളത് എന്നതുകൊണ്ടാണ്. ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് കിളി ഇരിക്കുന്നത്. പക്ഷേ അവൾക്ക് പറയേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായ കഥയാണ്. ഇവിടെ ശരശയനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അമ്പ് കൊണ്ട് നിർമ്മിച്ച കിടക്കയെയാണ്. താൻ ആഗ്രഹിക്കുമ്പോഴേ ഭീഷ്മർക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. 10,000-ലധികം ആളുകളെ കൊന്ന ഭീഷ്മർക്ക് യുദ്ധം മടുക്കുന്നു. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനനാണ് ഭീഷ്മരെ കൊല്ലുന്നത്. തനിക്ക് നേരെ വന്ന അമ്പുകൾ തടുക്കാൻ കഴിയുമായിരുന്നിട്ടും ഭീഷ്മർ തടുത്തില്ല. സ്വയം മരിക്കാൻ തയ്യാറാവുകയായിരുന്നു. ആരാണ് കൗരവർ? ഒരിക്കൽ വ്യാസമഹർഷി വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഹസ്തിനപുരിയിലെത്തിയപ്പോൾ ഗാന്ധാരി അദ്ദേഹത്തിന് ആഹാരം നൽകി. സന്തുഷ്ടനായ വ്യാസമഹർഷി അവളോട് ഒരു വരം ചോദിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഗാന്ധാരി ധൃതരാഷ്ട്രരിൽ നിന്ന് ധാരാളം മക്കൾ ജനിക്കുന്നതിനുള്ള വരം ആവശ്യപ്പെട്ടു. വ്യാസമഹർഷി അത് നൽകുകയും ചെയ്തു. എന്നാൽ ഗർഭം ധരിച്ചിട്ടും 2 വർഷം കഴിഞ്ഞപ്പോഴും ഗാന്ധാരി പ്രസവിച്ചില്ല. ഒടുവിൽ അവൾ തൻ്റെ വയറ്റിൽ ശക്തമായി പ്രഹരിച്ചു. ആ ശക്തിയിൽ ഒരു മാംസപിണ്ഡം അവൾ പ്രസവിച്ചു. ആ മാംസം 101 കഷണങ്ങളായി മുറിച്ച് നെയ്ക്കുടങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചു വെക്കാൻ ഉപദേശിച്ചു. കുടങ്ങൾ യഥാകാലം പിളർന്ന് 100 ആൺകുട്ടിയും 1 പെൺകുട്ടിയും ജനിച്ചു. അങ്ങനെ ജനിച്ച മക്കളിൽ മൂത്തയാളാണ് ദുര്യോധനൻ. ദുര്യോധനനെ സുയോധനൻ എന്നും വിളിക്കുന്നുണ്ട്. വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാക നീയെന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറയുകില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കയെന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. മന്നവ കേൾക്ക ഭരദ്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു. മന്നവ സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ. ഭീഷ്മർ യുദ്ധഭൂമിയിൽ വീണതോടെ ശക്തനും തൻ്റെ സുഹൃത്തുമായ കർണനെ സേനാപതിയാക്കിയാലോ എന്ന് സുയോധനൻ ആലോചിക്കുന്നു. ആ വിവരം കർണനെ അറിയിച്ചപ്പോൾ കർണൻ അത് സ്നേഹപൂർവ്വം നിരസിക്കുന്നു. പദവിയും അധികാരവുമൊക്കെ എനിക്ക് നൽകുന്നു എന്നത് കേൾക്കാൻ സുഖമുള്ളതും സന്തോഷം പകരുന്നതുമാണ്. എന്നാൽ എന്നേക്കാൾ യോഗ്യരായവർ കൂട്ടത്തിലുണ്ടാവുമ്പോൾ അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് കർണൻ ചിന്തിക്കുന്നു. നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ആരോടും പറയില്ല. ഇന്ന് അധികാരത്തിനും ഉയർന്ന പദവിക്കും വേണ്ടി മത്സരിക്കുന്ന ജനങ്ങളാണ് എവിടെയുമുള്ളത്. അതിനുവേണ്ടി എന്ത് ദുഷ്ടത്തരവും ചെയ്യുന്ന ആളുകളുള്ള കാലത്ത് ഒരു വലിയ സ്ഥാനം നൽകുമ്പോൾ അത് വേണ്ട എന്നാണ് കർണൻ പറയുന്നത്. ഇവിടെ കർണൻ്റെ ത്യാഗോജ്വലമായ മനസ്സ് കാണാം. തുടർന്ന് കർണൻ പറഞ്ഞു, സുയോധന, താങ്കൾ എന്തിനാണ് പേടിക്കുന്നത്? അതിന് പറ്റിയ ശക്തിയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭരദ്വാജ മഹർഷിയുടെ മകൻ ദ്രോണാചാര്യർ. അദ്ദേഹമുള്ളപ്പോൾ എന്തിന് ഭയപ്പെടണം? നമുക്ക് പട നിർത്തേണ്ട കാര്യവുമില്ല. അദ്ദേഹത്തെ സേനാപതിയാക്കുക. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് ദ്രോണാചാര്യർ. അവർക്കൊക്കെ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണ്. മറ്റ് യോദ്ധാക്കളെ വെച്ച് നോക്കുമ്പോൾ ദ്രോണാചാര്യർ ശക്തനുമാണ്.
ഒരിക്കലും നേർക്കുനേർ നിന്ന് അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇനി സ്ഥാനാരോഹണത്തിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ആ പദവി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. എൻ്റെ ഈ തീരുമാനത്തിൽ താങ്കൾക്ക് സങ്കടം ഉണ്ടാവരുത്. ഇതു കേട്ടപ്പോൾ സുയോധനന് ഇതുതന്നെയാണ് ശരി എന്ന് തോന്നി. അഭിമാനിയായ സുയോധനൻ ദ്രോണാചാര്യരെ സേനാപതിയായി നിയമിച്ചു. ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം.